നമസ്കാരം. കാറുകളിൽ പല ഇന്ധനമുണ്ട്. ഡീസലുണ്ട്, പെട്രോളുണ്ട്, ഇലക്ട്രിക് ഉണ്ട്, സി എൻ ജി ഉണ്ട്. അപ്പോൾ സി എൻ ജിക്ക് പവർ കുറവാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് അതിന് കാരണം? അതിനുള്ള പരിഹാരം എന്താ? അത് വേണ്ടി തന്നെ ഉണ്ട്. പിന്നെ സി എൻ ജിയുടെ മെയിൻ്റനൻസ് കൂടുതലാണെന്ന് പറയും. എന്താണ് ആ മെയിൻ്റനൻസ് എന്ന് പറയാറില്ല. ഇതൊക്കെ പറയാം. സി എൻ ജി കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വണ്ടി അതിപ്പോൾ സി എൻ ജിയോ ഡീസലോ പെട്രോളോ എന്തോ ആവട്ടെ, നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി ഇമ്പോർട്ടൻ്റാണ്. എന്നാൽ സി എൻ ജി പോലുള്ള വാഹനങ്ങൾ ഫ്യൂവൽ എഫിഷ്യൻസി മാത്രമല്ല, ഒരിത്തിരി ഗ്രീനർ കൂടെയാണ്. അല്ലെങ്കിൽ ഗ്രീനർ ആയിട്ടുള്ള ഫ്യൂവൽ ആയതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് ഇണങ്ങിയ ഒരു ഇന്ധനം കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യമായിട്ട് ഈ ഒരു സി എൻ ജി ഓടിക്കുന്ന കാര്യമായിട്ട് കാണാം. അപ്പോൾ സി എൻ ജി എന്ന് പറയുന്ന ഫ്യൂവൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് അപകടങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നം എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ സി എൻ ജിയുടെ ഗുണങ്ങളെ ദോഷങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ, ഇതിന് വരുന്ന മെയിൻ്റനൻസ് എന്താ, ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ്, സാധാ പെട്രോൾ കാർ പോലെ കൊണ്ടുവന്നാൽ മതിയോ, നമ്മൾ എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നത്, വടിച്ച് ട്രേഡ് ഓഫ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണം. അതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ഓക്കെ, സി എൻ ജി ലാഭത്തിനാണ്. അങ്ങനെ ഒരു സി എൻ ജി വണ്ടി വാങ്ങുമ്പോൾ ഞാൻ പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടതുണ്ട്. എ സി മാത്രമുള്ള അല്ലെങ്കിൽ പവർ സ്റ്റിയറിംഗ് ഉള്ള പവർ വിൻഡോ ഉള്ള വണ്ടി മാത്രമാണ് സി എൻ ജി ആയിട്ട് കിട്ടുക. അങ്ങനെയൊന്നും കരുതണ്ട. ഞാനിപ്പോൾ ഓടിച്ചു വന്ന വണ്ടിക്ക് പാനോരമിക് സൺറൂഫ് ഉണ്ട്, വെന്റിലേറ്റർ സീറ്റ് ഉണ്ട്, 360 ക്യാമറയുണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റോണിക് എ സി ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ പറയുന്നത് നെക്സോൺ സി എൻ ജിയെ കുറിച്ചാണ്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരെ അവർ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അതായത് അതിലൊരു ക്ലെവർ മെക്കാനിസം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. എന്തായാലും നെക്സോൺ ഈ ഒരു സി എൻ ജിയുടെ കാര്യം, ഐ സി എൻ ജിയുടെ കാര്യം പറഞ്ഞതിൻ്റെ മുന്നേ ഞാൻ സി എൻ ജിയുടെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. ആദ്യം ഒരു വണ്ടി സി എൻ ജി ആവുന്നത് അല്ലെങ്കിൽ സി എൻ ജി ആക്കുന്നത് എങ്ങനെയാണെന്ന് ലളിതമായിട്ട് പറയാം. ഒരു ടാങ്ക് ഇതിൻ്റെ ബാക്കിലെ ബൂട്ടിൽ ഡിക്കിയിൽ വെക്കും. ഓക്കെ, ഒരു വലിയ ടാങ്കാണ്. സി എൻ ജി ടാങ്കിൻ്റെ രൂപം അറിയാം. ആ രൂപത്തിൽ വെക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ബജാജ് ഫ്രീഡം സി എൻ ജി കണ്ടപ്പോൾ അതിൻ്റെ കുഞ്ഞ് ടാങ്ക് കണ്ടില്ല, ആ ഷേപ്പ്, അതാണ് ഷേപ്പ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് മെറ്റൽ പൈപ്പിലൂടെ സി എൻ ജി എൻജിനിലേക്ക് എത്തും. എൻജിനിലേക്ക് എത്തുന്ന വഴിയിൽ ഒരു റെഡ്യൂസർ ഉണ്ട്, ഒരു സി എൻ ജി ഫിൽറ്റർ ഉണ്ട്, ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ ഒരു ECM ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഇഞ്ചക്ടറിലേക്ക് സി എൻ ജി പാസ് ചെയ്യും. പിന്നെ പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന പോലെ സ്പാർക്ക് പ്ലഗിലൂടെ സ്പാർക്ക് ചെയ്ത് സി എൻ ജി കത്തിച്ച് എൻജിൻ ഓണാക്കും, സ്റ്റാർട്ടാവും, കംപ്രഷൻ നടക്കും, വണ്ടി ഓടും. ഇതാണ് സി എൻ ജിയുടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, നമ്മുടെ ടാങ്ക് എന്ന് പറയുന്നത്, മെറ്റൽ ടാങ്ക് എന്ന് പറയുന്ന ടാങ്കിൽ സി എൻ ജി എന്ന് പറയുന്നത് 200 to 250 ബാർ, അതായത് 2900 മുതൽ 3600 വരെ PSI. നമ്മുടെ ടയറിൽ നമ്മൾ എയർ അടിക്കുന്നത് 30-32 PSI ആണ്. ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് അങ്ങനെ എഞ്ചിനിലേക്ക് കൊടുക്കാൻ പറ്റില്ല. അവിടെയാണ് റെഡ്യൂസറിൻ്റെ കളി. ഈ റെഡ്യൂസറിലേക്ക് എത്തുന്ന സി എൻ ജിയെ റെഡ്യൂസർ എന്ത് ചെയ്യും, ആ PSI കുറച്ചിട്ട് ഏറെക്കുറെ ഒരു 23-25 PSIയിലേക്ക് അല്ലെങ്കിൽ 20 PSI ആ ഒരു കണക്കിൽ ആക്കിയിട്ട് അവിടെ നിന്നാണ് ഇത് ഇഞ്ചക്ടറിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചക്ടർ എന്ത് ചെയ്യും, ഇഞ്ചക്ടർ ഫ്യൂവൽ പെട്രോൾ കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കും. എത്രത്തോളമാണോ ത്രോട്ടിൽ ബോഡി തുറക്കുന്നത് അതിനനുസരിച്ചുള്ള പെട്രോൾ പോലെ സി എൻ ജി കൊടുക്കും. സി എൻ ജി കംപ്രസറാവും, സ്പാർക്ക് പ്ലഗ് സ്പാർക്ക് ചെയ്യും, ഇഗ്നീഷൻ നടക്കും, അവിടെ ആ ഒരു എഞ്ചിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. അങ്ങനെയാണ് സി എൻ ജിയുടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതിൽ റെഡ്യൂസർ ഇമ്പോർട്ടൻ്റ് ആണ്, ടാങ്ക് ഇമ്പോർട്ടൻ്റ് ആണ്, മെറ്റൽ പൈപ്പിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, ECM ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ വണ്ടി എന്ന് പറയുന്നത് നെക്സോൺ സി എൻ ജിയാണ്. ഇതിൻ്റെ ECU എന്ന് പറയുന്നത് അല്ലെങ്കിൽ ECM എന്ന് പറയുന്നത് പെട്രോളിനും സി എൻ ജിക്കും വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ്. എന്നാൽ നമ്മളിപ്പോൾ ഒരു ആഫ്റ്റർ മാർക്കറ്റ് കിറ്റ് കയറ്റുകയാണെങ്കിലോ, ഇപ്പോൾ എല്ലാ വണ്ടിക്കും സി എൻ ജി കയറ്റാൻ വരും. ഓക്കെ, സ്റ്റോക്കായിട്ടുള്ള വണ്ടി അല്ലെങ്കിൽ ഫാക്ടറി ഫിറ്റഡ് സി എൻ ജി വണ്ടി വരുന്ന പോലെ ഒരു പ്രോപ്പർ റിസർച്ചും അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു വണ്ടി സി എൻ ജിക്ക് വേണ്ടി ഉണ്ടാക്കിയ വണ്ടി അല്ല എന്നൊക്കെ പറയുമെങ്കിലും എല്ലാ പെട്രോൾ വണ്ടിക്കും നമുക്ക് സി എൻ ജി കയറ്റാൻ പറ്റും. ഇപ്പോൾ ഡീസൽ വണ്ടിക്ക് എൻ്റെ ഹെഡൊക്കെ മാറ്റി പെട്രോളിൻ്റെ ഒരു സ്വഭാവമാക്കേണ്ടതുണ്ട്, അതുകൊണ്ട് കോസ്റ്റ് കൂടുതലാണ്. ഓക്കെ, എന്നാലും ബസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ സി എൻ ജി ആക്കുമ്പോൾ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് സിമ്പിളാണ്. ഇഞ്ചക്ടറില്ലേ, നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ടറിലേക്കുള്ള ഡാറ്റയാണ് സി എൻ ജിയുടെ ECM റീഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിനനുസരിച്ചാണ് മാനിഫോൾഡിൽ തുളയിട്ടോ അല്ലെങ്കിൽ ഇഞ്ചക്ടറിൻ്റെ കൂടെ ഘടിപ്പിച്ച സി എൻ ജി ഇഞ്ചക്ടറിലേക്ക് സി എൻ ജി പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സി എൻ ജി പമ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ സി എൻ ജി കൊടുക്കുന്നത്. അവിടെ നടക്കുന്ന പ്രക്രിയൊക്കെ സെയിം ആണ്. അപ്പോൾ സി എൻ ജി ഫിറ്റ് ചെയ്യുന്നതും സി എൻ ജി സ്റ്റോക്കായി വരുന്നതുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മാനിഫോൾഡിൽ ഓട്ടോ ഇടേണ്ട എന്താണെന്ന് പറയാറില്ല. പക്ഷേ ഇപ്പോൾ ഇഞ്ചക്ടറിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് വയ്ക്കാവുന്ന സി എൻ ജി ഇഞ്ചക്ടർ ഉണ്ട്. അതായത് പെട്രോൾ ഇഞ്ചക്ടറിൻ്റെ കൂടെ തന്നെ വയ്ക്കാവുന്ന സി എൻ ജി ഇഞ്ചക്ടർ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ആഫ്റ്റർ മാർക്കറ്റ് വയ്ക്കുന്ന സി എൻ ജിയുടെ കൂടെ വരുന്ന ECMനെ അല്ലെങ്കിൽ ECUവിനെ ബേബി ECM എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഈ ഇഞ്ചക്ടറിൻ്റെ ആ സിഗ്നലിൽ റീഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഈ വണ്ടിക്ക് ഫാക്ടറി ഫിറ്റഡ് ECM ആണ്. ഒക്കെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒറ്റ യൂണിറ്റായിട്ട് വെച്ചുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടിയും ഫാക്ടറി ഫിറ്റ് ആയതിൻ്റെ ഗുണങ്ങളുണ്ട്. മെയിനായിട്ട് മാറ്റങ്ങൾ വരുത്തുന്നത്
എഞ്ചിൻ്റെ മാനിഫോൾഡിലും ഇഞ്ചക്ടറിലുമാണ് ആഫ്റ്റർ മാർക്കറ്റ് എന്ന് പറയില്ലേ. അപ്പോൾ എവിടെയാണ് കോസ്റ്റിൻ്റെ ഡിഫറൻസ്? ഇപ്പോൾ ചില കിറ്റുകൾക്ക് 55,000, ചില കിറ്റുകൾക്ക് 60,000, ചില കിറ്റുകൾക്ക് 70,000, 80,000. അത് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ ECU അല്ലെങ്കിൽ ECM എന്ന് പറയുന്നത് ബേബി ECMൻ്റെ ചിപ്പ് സെറ്റിൻ്റെയും അതല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സറിൻ്റെയൊക്കെ കോസ്റ്റാണെന്നാണ് പറയുന്നത്. കാരണം വണ്ടിക്ക് പലവിധ കാര്യങ്ങൾ, ഇപ്പോൾ എറർ നോക്കാനും അല്ലെങ്കിൽ മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങൾക്കും അതല്ലെങ്കിൽ പവർ കൂട്ടാനും പവർ മോഡുകൾ ഉണ്ടാക്കാനും 3 മോഡുകളില്ലേ, എഞ്ചിൻ മോഡ്, ഡ്രൈവ് മോഡ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും തക്കവണ്ണം പ്രാപ്തിയുള്ള ECUകൾ, ബേബി ECUകൾ വരുന്നുണ്ട് CNGക്ക്. അപ്പോൾ അത് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ തക്കവണ്ണം വേണ്ട ECM വേണ്ടതുകൊണ്ടാണ് ചില ECUക്ക് വില കൂടുതൽ, അതുകൊണ്ടാണ് ചില കിറ്റ് കോസ്റ്റ്ലി ആവുന്നത്രേ. സംഭവം ഗ്രീനർ ഫ്യൂലാണ്, എൻവിറോൺമെൻറ്റൽ ഫ്രണ്ട്ലിയാണ്, പ്രകൃതിക്കാണെങ്കിലാണ് ഓക്കെ. പക്ഷേ നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭമാണ്. ഇപ്പോൾ ലാഭത്തിന് വേണ്ടി CNG ആക്കിയിട്ട് ആ കാശ് മെയിൻ്റനൻസിന് വേണ്ടി കളയാൻ പറ്റില്ല. ടാറ്റാ മോട്ടോഴ്സിൻ്റെ നെക്സോണിലും അല്ലെങ്കിൽ വണ്ടികളിലൊക്കെ ഒരു ബൂട്ട് സ്പേസ് അങ്ങനെ തന്നെ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് 321 ലിറ്ററാണ്. ഇതിനകത്ത് CNG ടാങ്ക് ഇല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ടാങ്ക് പൈപ്പ് എന്ന് പറയുമ്പോൾ ടാങ്ക് എവിടെ? ടാങ്ക് ഇതാ താഴെയാണ്. അതൊന്നല്ല, 2 ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിന് സേഫ്റ്റി വാൽവുള്ള കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഗുണമായിട്ടൊരു കാര്യം ഞാൻ കണ്ടത്, വണ്ടി ഓൺ ആണെന്ന് വിചാരിക്കുക, ഇപ്പോൾ നമ്മൾ ഫ്യൂൽ ഡോർ തുറന്നാൽ വണ്ടി ഓഫ് ആവും. അത് CNGയുടെ ഒരു സേഫ്റ്റി ഫീച്ചറാണ്. ഇതിന് 30-30, അതായത് വാട്ടർ കപ്പാസിറ്റിയാണ് 30 ലിറ്റർ, 60 ലിറ്ററിൻ്റെ ടാങ്കാണെന്ന് വെച്ചാൽ 10 കിലോയോളം എനിക്ക് തോന്നുന്നു. 10 കിലോ എന്ന് പറയുമ്പോൾ 870 രൂപ, ഓക്കെ, 900 രൂപ താഴെ നമുക്ക് ഫുൾ ടാങ്ക് അടിക്കാൻ പറ്റും, ഫുൾ ടാങ്ക് ആക്കാൻ പറ്റും. അവിടെ മറ്റൊരു ക്വസ്റ്റൻ ആൻസർ ചെയ്യേണ്ടതുണ്ട്. ഈ CNGയിലകത്ത് ഫുൾ ടാങ്ക് മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അതങ്ങനെയല്ല. നമുക്ക് CNGയിലും പെട്രോൾ അടിക്കുന്ന പോലെ തന്നെ 200 രൂപയ്ക്കോ 300 രൂപയ്ക്കോ അടിക്കാൻ പറ്റും. ഇത് അടിച്ച് തരാത്തത്, പമ്പുകാർ അടിച്ച് തരാത്തത് പലപ്പോഴും അവിടുത്തെ ക്യൂവും തിരക്കും കാരണമാണ്. പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് അടിക്കാൻ പറ്റുള്ളൂ, കാരണം അത്രയും പ്രഷറാണല്ലോ അതിനകത്ത് തള്ളിക്കരുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു അപകടം ഉണ്ടാകാൻ പാടില്ല എന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി നിൽക്കുന്നത് മൾട്ടിപ്പിൾ ടൈംസ് വേണ്ട, ഒരു വട്ടം മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടും കോസ്റ്റ് കുറവായതുകൊണ്ട് ആളുകൾ ഫുൾ ടാങ്ക് CNG അടിക്കുന്നതാണ്. നമുക്ക് പാർഷ്യലി CNG അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. CNGയുടെ കൂടെ പെട്രോളും ഉണ്ടല്ലോ. അപ്പോൾ CNGയും പെട്രോളും കോമ്പിനേഷനായിട്ട് നമുക്ക് ഓടിക്കാം. ഇതൊക്കെ ഇലക്ട്രോണിക് സ്വിച്ചിങ് ആണ്, അതായത് ഓട്ടോമാറ്റിക് സ്വിച്ചിങ് ആണ്. CNG കഴിഞ്ഞാൽ പെട്രോളിലേക്ക് തന്നെ മാറും, സ്റ്റാർട്ടാക്കാൻ CNG തന്നെ പറ്റും. അങ്ങനെ കുറേ ഗുണങ്ങൾ ഫാക്ടറി ഫിറ്റഡ് CNGക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നു പുതിയ വരുന്ന കിറ്റുകളിൽ പലതും അങ്ങനെ കൂടി ചെയ്യാവുന്നതാണ്. പക്ഷേ ഈയിടെയായിട്ട് ചില പമ്പുകാർ കട്ട് ഓഫ് മാത്രമേ സമ്മതിക്കുന്നുള്ളൂ എന്ന്, ഫുൾ ടാങ്ക് മാത്രം അടിക്കാൻ സമ്മതിക്കുന്നുള്ളൂ എന്ന്. ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല അത്രേ. ഇൻസ്പെക്ഷനൊക്കെ കാരണം മാറിയതാണെന്നാണ് പറഞ്ഞത്. ഞാൻ പോയിട്ട് ചോദിച്ചു, കാരണം ഒരു ഇൻഫർമേഷൻ പറയുമ്പോൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ള ധാരണ വേണ്ടേ. CNGക്ക് പവർ കുറവാണ് എന്ന് പറഞ്ഞു. അതിനുള്ള പരിഹാരം ഈ വണ്ടി തന്നെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ ഓൾട്ടോയൊക്കെ ഉപയോഗിച്ചിരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ AC ഓഫ് ചെയ്തിട്ട് ഓട്ടോയ്ക്കില്ലേ, അതുപോലെ പവർ വേണ്ടുന്ന സമയത്ത് നമുക്ക് ഒരിത്തിരി സ്പോട്ടിയായിട്ട് ഓടിക്കണം, അതല്ല ഓട്ടോയ്ക്ക് ചെയ്യണമെങ്കിലൊക്കെ CNGന്ന് മാറ്റി പെട്രോൾ ആക്കി കഴിഞ്ഞാൽ നമുക്കിത് ഓടിക്കുന്നത് കുറച്ച് പവറിലാവാം. ഇപ്പോൾ 100 bhp-യോളമാണ് ഇതിൻ്റെ CNGയുടെ പവർ, 118 bhp-യോളമാണ് പെട്രോളിൻ്റെ പവർ. ഓക്കെ, പെട്രോളിന് കുറച്ചുകൂടി പവർ കൂടാനുള്ള കാരണം ഞാൻ പറയാം. എന്തായാലും ആ ഒരു സ്വിച്ചിങ്ങിൽ നമുക്ക് പെട്രോളിൻ്റെ പവറിൽ റീസ്റ്റോർ ചെയ്യാനും ഓടിക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ ബയോഫ്യൂൽ വെഹിക്കിളിൻ്റെ ഗുണം എന്ന് പറയുന്നത് എക്കണോമിക്കലി ഓടിക്കാം, അതല്ലാതെ പവർഫുള്ളായിട്ടും ഓടിക്കാം എന്നുള്ളത് തന്നെയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയും തന്നെയും CNGയുടെ പോസിറ്റീവുകളാണ്. ഓക്കെ, നെഗറ്റീവിലേക്ക് വരാൻ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ കോൺസിലേക്ക് വരുന്നേ ഉള്ളൂ. അത് പിന്നെ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഫിൽറ്ററിനെ കുറിച്ചാണ്. CNG ഫിൽറ്റർ അഥവാ ഈ ഫിൽറ്റർ എന്ന് പറയുന്നത് മോഡുലറാണ്. നമ്മളത് ഊരി ഫിൽറ്ററായിട്ടെല്ലാം മാറ്റാം. നമുക്കത് എൻ്റർ യൂണിറ്റ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിവിടെ ബോണ്ടിനകത്ത് തന്നെ വെച്ചാണത്. അത് ഈസി ടു മെയിൻറ്റെയിൻ ആണ്. CNGക്ക് പവർ കുറവാണെന്ന് പറയില്ലേ, അതിനുള്ള കാരണം എന്താണെന്ന് ലളിതമായിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. ഏറ്റവും ബേസിക്കായിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. ലെസ് എനർജി പെർ യൂണിറ്റ് വോളിയം, അതാണ് അതിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. അതായത് പെട്രോളിന് തുല്യമായിട്ടുള്ള CNG കത്തിയാലും പെട്രോളിനോളം കരുത്ത് ഉൽപ്പാദിപ്പിക്കാൻ CNGക്ക് കഴിയില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ലോവർ ഡെൻസിറ്റി അല്ലെങ്കിൽ ലോ എനർജിയാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നതെന്നുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ പെട്രോൾ കത്തിക്കുമ്പോൾ അതേ ഒരു വോളിയം പെട്രോൾ കത്തിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പവർ കിട്ടുന്നതും CNG അത്ര തന്നെ കത്തിച്ചാലും പവർ കുറച്ച് കിട്ടുന്നതും ഈ ഒരു കാരണം കൊണ്ടാണ്. ബേണിംഗ് ടെമ്പറേച്ചർ കൂടുതലാണ്. ആ കാരണം കൊണ്ടാണ് നമ്മുടെ മെയിൻ്റനൻസിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ മാറ്റം നമുക്ക് നടത്തേണ്ടി വരുന്നത്. അതെന്ന് പറയുന്നത് സ്പാർക്ക് പ്ലഗ് റിപ്ലേസ്മെൻ്റ് ആണ്. ഓരോ 10,000 കിലോമീറ്ററിലും CNGക്ക് സ്പാർക്ക് പ്ലഗ് ചെക്ക് ചെയ്യണമെന്നാണ് പറയാം. അതത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമല്ലാത്തതുകൊണ്ട് നമ്മളത് റിപ്ലേസ് ചെയ്യുക. അതൊരു മെയിൻ്റനൻസ് പാർട്ടാണ്. CNGക്ക് വരുന്ന മെയിൻ മെയിൻ്റനൻസുകളിലൊന്നെന്ന് പറയുന്നത് സ്പാർക്ക് പ്ലഗിൻ്റെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള റിപ്ലേസ്മെൻ്റ് ആണ്. അതിന് കാരണം ഹയർ ടെമ്പറേച്ചറാണ്. ഇത്തിരി കൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരേ അളവിലുള്ള CNGയും പെട്രോളും ഒഴിച്ച് കത്തിച്ചാൽ പെട്രോളിൽ കൂടുതൽ പവറും CNGയിൽ കുറച്ച് പവറേ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. പിന്നെ സ്പാർക്ക് പ്ലഗ് മാറേണ്ടതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, സ്പാർക്ക് പ്ലഗ് കംപ്ലൈൻ്റ് ആയാൽ, കൂടുതൽ ഹീറ്റ് അടിച്ച് കംപ്ലൈൻ്റ് ആയാൽ പെട്രോളിൽ അത് ചിലപ്പോഴെങ്കിലും കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാതെ വരും. പക്ഷേ CNGയിൽ അത് കൃത്യമായിട്ടുള്ള മിസ്സിങ് ആയിരിക്കും എന്നുള്ളതുകൊണ്ട് CNGയിൽ സ്പാർക്ക് പ്ലഗ് മാറേണ്ടതുണ്ട്. CNGയുടെ മെയിനായിട്ടുള്ള യൂസ് എന്ന് പറയുന്നത് ഫ്യൂൽ എഫിഷ്യൻസിയാണ്. ആ എഫിഷ്യൻസി എന്ന് പറയുന്നത് കൂടുതൽ തന്നെയാണ്. CNGക്ക് പെട്രോളിനേക്കാൾ എങ്ങനെ പോയാലും സെയിം ക്വാണ്ടിറ്റിയിൽ മൈലേജ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് CNG വണ്ടികൾ ലാഭമാണെന്ന് പറയുന്നത്. ഒന്ന് അതിൻ്റെ കോസ്റ്റ്, രണ്ട് അതിൻ്റെ എഫിഷ്യൻസി എന്നുള്ളതാണ്. ഓക്കെ, 25 കിട്ടുമോ ടർബോയ്ക്ക്? എനിക്ക് പെട്രോളിൽ 12-13 കിട്ടുന്നുണ്ട്, 20+ ഒക്കെ CNGക്കും.
ഗുണങ്ങൾ പറഞ്ഞു, ദോഷങ്ങൾ പറയാം. ഓക്കെ, ഇലക്ട്രിക് കാറിൽ ആരോ പറഞ്ഞ ടയർ തേയ്മാനം പോലുള്ള ദോഷങ്ങളല്ല. സി എൻ ജിയുടെ ദോഷമെന്നല്ല പറയാം, നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ്. ഒന്നെന്ന് പറയുന്നത് സ്പാർക്ക് പ്ലഗ് റിപ്ലേസ്മെൻറ്റ്, അതവിടെ പറഞ്ഞു കഴിഞ്ഞു. രണ്ടെന്ന് പറയുന്നത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്ന് വേണം ഫില്ല് ചെയ്യാനായിട്ട്. അതിന് കാരണം ഹൈ പ്രഷറിലാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. ആ ഫില്ല് ചെയ്യുമ്പോഴാണ് അത്രേ ഇതിന് കൂടുതൽ അപകട സാധ്യത കൂടുതൽ. ഇപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് സി എൻ ജി ലീക്കായാൽ സേഫ്റ്റി വാൽവൊക്കെ വെച്ചിട്ട് അത് വായുവിൽ ലയിപ്പിക്കും. ഇപ്പോൾ സി എൻ ജി എന്ന് പറയുന്നത് എൽ പി ജി പോലെയല്ല, അങ്ങനെ കത്തുന്ന മാധ്യമമല്ല, അതങ്ങ് വായുവിൽ അലിഞ്ഞു പൊക്കോളും. അതുകൊണ്ട് അത് ഡേഞ്ചറല്ല. പക്ഷേ ഫില്ല് ചെയ്യുന്ന സമയത്ത് വല്ല പ്രഷർ വേരിയേഷൻ വന്നാൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇറങ്ങി നിൽക്കണമെന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം സി എൻ ജിയുടെ ടാങ്ക് ടെസ്റ്റിംഗ് ആണ്. മുന്നേ അത് 7 വർഷമായിരുന്നു, പിന്നീട് 5 ആയി, പിന്നീട് 3 ആയെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, കൊച്ചിയിലെ പ്രമുഖ ഗ്യാസ് അല്ലെങ്കിൽ സി എൻ ജി ഫിറ്റ്മെൻറ്റ് സെൻറ്ററുമായിട്ട് ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ് ഈ പറയുന്നത്. അതാദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ത്യയിൽ കുറേയധികം സ്ഥലത്ത് ഈ ടെസ്റ്റിംഗ് സെൻറ്റർ ഉണ്ടെങ്കിലും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ ടാങ്ക് ടെസ്റ്റിംഗ് യൂണിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അവർ ടെസ്റ്റ് ചെയ്യുന്നത് ആ ടാങ്കിൻ്റെ ഒരു തിക്നെസ്സും ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ ആ ഒരു ടാങ്കിൻ്റെ ആ ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതുമാണ്. എന്തോ ഹൈഡ്രോ ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന ടെസ്റ്റിൻ്റെ പേരൊക്കെ. അപ്പോൾ ആ ടെസ്റ്റ് 3 വർഷം കൂടുമ്പോൾ ചെയ്യുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്, പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ടെസ്റ്റ് ഉണ്ട്, ഓക്കെ, സി എൻ ജി ടെസ്റ്റ് ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ബൈഫ്യൂലാണ്. അപ്പോൾ നമുക്ക് ഈ ടാങ്ക് ഊരി കൊടുത്തിട്ട് അടുത്ത പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച് വീണ്ടും വണ്ടി ഓടിച്ചു നടക്കാം. കുറച്ച് മൈലേജ് കുറയുന്നേ ഉള്ളൂ. പിന്നെ സി എൻ ജി ഫിൽറ്റർ മാറുന്ന കാര്യമാണ്. ഓക്കെ, അതിപ്പോൾ വണ്ടിയല്ലേ, വണ്ടിയുടെ ഫിൽറ്ററുകൾ മാറുന്നതിൻ്റെ കൂടെ സി എൻ ജി ഫിൽറ്റർ കൂടി മാറണം, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 40,000 കിലോമീറ്റർ ആ ഒരു ടൈമിലൊക്കെയാണ് സി എൻ ജി ഫിൽറ്ററിൻ്റെ ചേഞ്ചിങ് ടൈം എന്ന് പറയുന്നത്. അതും സി എൻ ജിയിൽ വേസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് വന്നാലും ആ ഫിൽറ്റർ ക്ലോഗ് ആയാലും ഒക്കെ മാത്രമാണ് അതിൻ്റെ പോയിൻ്റ് ഉള്ളൂ. അല്ലെങ്കിൽ പറയുന്ന സമയത്ത് മാത്രം മാറ്റിയാലും മതി. ഓക്കെ, നിങ്ങളുടെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് ഫാക്ടറി ഫിറ്റഡ് സി എൻ ജി ആണോ, അതോ ഒരു വാല്യൂ ഫോർ മണി വണ്ടി മേടിച്ചിട്ട് സി എൻ ജി ഫിറ്റ് ചെയ്യുന്നതാണോ? ഇപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് ടോപ്പ് എൻഡാണ്. ഇതിൻ്റെ ബേസ് മോഡലിന് ഏറെക്കുറെ 10 ലക്ഷം രൂപ ഷോറൂം. അപ്പോൾ ഒരു ബലേനോ അല്ലെങ്കിൽ ഒരു സാധാരണ ഏതെങ്കിലും കാറ് മേടിച്ചാൽ 5-6 ലക്ഷം രൂപയ്ക്ക് മേടിച്ചിട്ട് ഒരു 60,000 രൂപയോളം ചിലവാക്കി സി എൻ ജി കയറ്റുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? സി എൻ ജി കയറ്റിയാൽ എന്തായാലും ആർ സിയിലും ഇൻഷുറൻസിൽ എൻഡോസ് ചെയ്യണം. അതുകൊണ്ട് ആ ഒരു മേഖല നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ലാഭം വേണമെങ്കിൽ സി എൻ ജി ഒരു നല്ല ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് അല്ല, പകരം നല്ല സന്തോഷമാണ് തോന്നുന്നത്. കാരണം പോക്കറ്റ് കാലിയാവുന്നില്ലല്ലോ എന്ന് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ബൈക്കിന് പകരം കാർ ഓടിക്കാനുള്ള അവസ്ഥയിലേക്ക് സി എൻ ജി കൊണ്ടെത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പലപ്പോഴും കാർ സി എൻ ജി ആക്കാൻ പോകുന്നവരും വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ സി എൻ ജി എന്ന് പറയുന്ന സംഗതി വണ്ടിയുടെ എഞ്ചിൻ്റെ ലൈഫ് കുറയ്ക്കില്ലേ എന്ന്. ഫാക്ടറി ഫിറ്റഡ് സി എൻ ജികൾക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. കാരണം അത് വരുന്നത് സി എൻ ജിയുടെ കത്തുന്ന പ്രഷർ കൂടി താങ്ങാൻ തക്കവണ്ണമായിരിക്കും സിലിണ്ടർ ബ്ലോക്ക് എന്നൊക്കെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എഞ്ചിന് കൂടുതൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കുറച്ച് കിലോമീറ്റർ കഴിയുമ്പോൾ, കുറച്ചധികം കിലോമീറ്റർ കഴിയുമ്പോൾ. കാരണം അത് ബേൺ ചെയ്യുന്നത് കൂടുതൽ ബേണിംഗ് ടെമ്പറേച്ചറിലാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമ്മളവിടെ ആലോചിക്കേണ്ട കാര്യം, നമ്മളിത് വാങ്ങുന്ന ലാഭത്തിനാണ്. ഇപ്പോൾ നിങ്ങൾ 1 വർഷം കൊണ്ട് 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പെട്രോൾ ആണെങ്കിൽ ചിലപ്പോൾ അത് 5-6 വർഷത്തിലായിരിക്കും ഉപയോഗിക്കാം, അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ കവർ ചെയ്യാം. അപ്പോൾ ഈ കാശിൻ്റെ ലാഭം എഞ്ചിൻ്റെ പണി തമ്മിലുള്ള കമ്പാരിസൺ വന്നാൽ ലാഭം നമുക്ക് സി എൻ ജി തന്നെയാണ്. ആ എഞ്ചിന് വരുന്ന പണി, ചെറിയ പണികളെന്ന് പറയുന്നത് ഒന്നും സി എൻ ജിയുടെ ലാഭത്തിൻ്റെ കാശിനേക്കാളും മുകളിലായിരിക്കില്ല എന്നുള്ളതാണ്. ഇത്തിരി ക്യൂ നിൽക്കണം സി എൻ ജി അടിക്കാനിപ്പോൾ. അതായത് ഒരുപാട് പമ്പുകളിൽ ഇത് അവൈലബിൾ അല്ല എന്നുള്ള പ്രശ്നമുണ്ട്. അവൈലബിലിറ്റി കുറവാണ്, എന്നാലും അതൊക്കെ സോർട്ടായി വരുന്നുണ്ട്, പല പമ്പുകളിലും വരുന്നുണ്ട്. ഇനി നെക്സോണിൻ്റെ സ്പെസിഫിക് കേസിലേക്ക് വന്നാൽ, നമ്മൾ ഓടിക്കുന്നത് സി എൻ ജി ആണെന്ന് അത്ര പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാത്ത വിധത്തിലാണ് നെക്സോണിൻ്റെ കാര്യം. ഐ സി എൻ ജി എന്നുള്ള ബാഡ്ജിങ് മാത്രമേ സി എൻ ജി ആയിട്ടുള്ള വ്യത്യാസമുള്ളൂ. കാരണം ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, ഉള്ളിൽ കയറുമ്പോൾ ഒരു ചീപ്പോ ലുക്കില്ല, എല്ലാം തന്നെയും കവേർഡാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും ഫീച്ചേഴ്സുള്ള ഒരു സി എൻ ജി കാർ ഫാക്ടറിയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യം വേറെ വണ്ടി കണ്ടില്ല. സി എൻ ജിക്ക് ഈ ഒരു നെക്സോണിൻ്റെ കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ്. ഓക്കെ, ഈയിടെ വന്ന അൾട്രോസിനും അതുണ്ട്. അപ്പോൾ നെക്സോൺ ഐ സി എൻ ജി, നെക്സോൺ ഇലക്ട്രിക്, നെക്സോൺ ഡീസൽ, നെക്സോൺ പെട്രോൾ, ഇതിലേതാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നെക്സോൺ താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ സി എൻ ജി എന്ന് പറയുന്നത് ഒരു ഗ്രീനർ ഫ്യൂലാണ്, ഒരു വാല്യൂ പ്രപ്പോസിഷനാണ്. അത്ര ഹെഡേക്ക് ഇല്ലാതെ കൊണ്ടു നടക്കാവുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്കോ? അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.